LDF സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും പൊതുമരാമത്ത് വകുപ്പിൻ്റെ 50-ലധികം റോഡുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരം മാനവീയം വീതിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. 16-ാം തീയതി വൈകുന്നേരം 4:30 മണിക്കുള്ള ഈ ഉദ്ഘാടന പരിപാടി തിരുവനന്തപുരം നഗരത്തിലെ 12 സ്മാർട്ട് റോഡുകളും ഉൾപ്പെടുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് ആണ് ഈ 12 സ്മാർട്ട് റോഡുകൾ നല്ല നിലയിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. എല്ലാവരും പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രിയായി ചുമതലയെടുത്ത ഘട്ടത്തിൽ ശ്രദ്ധപ്പെടുത്തിയ കാര്യം നന്നായി റോഡ് പണിതതിന് ശേഷം കുടിവെള്ളത്തിന് വേണ്ടി റോഡ് കീറുന്നു എന്നുള്ള പരാതിയാണ്. അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ്. ഈ റോഡുകളുടെ പ്രത്യേകത ഡക്റ്റുകളുണ്ട്. എല്ലാ കേബിളുകളും ഈ റോഡിൻ്റെ ഡക്റ്റുകളിലൂടെ പോകും. റോഡിന് കീറി മുറിക്കേണ്ട പ്രശ്നം വരുന്നില്ല. തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത നമ്മുടെ തലസ്ഥാന നഗരി എല്ലാവരും വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് ആകെ വിലയിരുത്തും. നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള റോഡുകൾ, കേബിളുകൾ, ഡക്റ്റുകൾ, സൈക്കിൾ പാത്ത്, വാക്ക് വേ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുമുള്ള ഡിസൈൻഡ് റോഡുകൾ. ഈ റോഡുകൾ യാഥാർത്ഥ്യമാകുന്നു. ഇതിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. ആ വിവാദ ഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം, പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇതിൻ്റെ സന്തോഷം ഒരുമിച്ച് പങ്കിടാമെന്നുള്ളതാണ്. അന്ന് വിമർശിച്ചവരുണ്ട്, വ്യക്തിഹത്യ നടത്തി